പേപ്പേഴ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഡിസ്കഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ വന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനത് ആ രീതിയിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ, ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർ, ദെൻ പോളിടെക്നിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെയാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് the type of layout suitable for simple production schedule, high volume of output and high labor efficiency is. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. പ്രൊഡക്റ്റ് ലേഔട്ട്. ഓപ്ഷൻ ബി പ്രൊഡക്റ്റ് ലേഔട്ട്. അപ്പൊ നമുക്കറിയാം, അപ്പൊ ലേഔട്ട് എന്ന് പറയുന്നത് ബേസിക്കലി 4 ലേഔട്ട്സ് ആണുള്ളത്. ഒന്ന് പ്രൊഡക്റ്റ് ലേഔട്ട്, 2 പ്രോസസ് ലേഔട്ട്, പിന്നെ ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്, ദെൻ കോമ്പിനേഷൻ ലേഔട്ട്, പിന്നെ ദെൻ സെല്ലുലാർ മാനുഫാക്ചറിങ് അല്ലെ സെല്ലുലാർ ലേഔട്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസിക്കലി വരുന്ന ഒരു 3-4 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചാണ്. വാട്ട് ഇസ് എ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ്. ഏറ്റവും കൂടുതൽ മാസ് പ്രൊഡക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ലേഔട്ട് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ലേഔട്ട് ആണ്. പ്രൊഡക്റ്റ് ലേഔട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് അസംബ്ലി ലൈൻ ഇൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് പ്ലാന്റ്. അതൊരു പ്രൊഡക്റ്റ് ലേഔട്ടിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് പ്രോസസ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഇൻപുട്ട് ആയിട്ട് അതൊരു പ്രോസസ്സാണ്, ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇൻപുട്ട് ആയിട്ട് നമ്മൾ certain set of resources ആഡ് ചെയ്യുന്നു. അറ്റ് ദ വെരി എൻഡ് വിൽ ബി ഗെറ്റിംഗ് ദ നെസസറി ഔട്ട്പുട്ട്സ്. അപ്പൊ നമ്മൾ ഓൾറെഡി 4 ടൈപ്സ് ലേഔട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷനുള്ള കമ്പാരിസൺ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ കമ്പാരിസന്റെ വേരിയസ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് എ കോംപ്ലക്സിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, ദെൻ വാട്ട് ഈസ് എ വോളിയം ഓഫ് ഔട്ട്പുട്ട്, വാട്ട് ഈസ് എ ലേബർ എഫിഷ്യൻസി, ദെൻ വാട്ട് ഈസ് എ ഫ്ലെക്സിബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു ഈച്ച് ലേഔട്ട്, ദെൻ പാർട്ട് കോംപ്ലക്സിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പാരാമീറ്റേഴ്സ് അനുസരിച്ച് ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ, ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇൻ ദ സെൻസ് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഫോർ എ കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് വിച്ച് വൺ ഈസ് ദ സ്യൂട്ടബിൾ ലേഔട്ട് പ്രപ്പോസ്, അല്ലെങ്കിൽ ഫോർ മേക്കിംഗ് പെട്രോളിയം ഓർ ഫോർ മേക്കിംഗ് ഷുഗർ, വാട്ട് ഇസ് ദ പ്രപ്പോസ് ലേഔട്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോസിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ലേഔട്ട് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മിക്കവാറും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഫിക്സഡ് ലേഔട്ട് ആണ്. ഫോർ എക്സാമ്പിൾ ഷിപ്പ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സഡ് ലേഔട്ടിനുള്ള പ്രത്യേകത, അതിനെ പറ്റിയൊക്കെയാണ് ചോദിക്കാറുള്ളത്. സോ ഇത് ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. Next question, in the context of industrial psychology, the groups where the individuals are in face-to-face relationship with each other are called. ഇതിന്റെ ആൻസർ എന്താ? അപ്പൊ ഇതിന്റെ ഒരു തിയറി ആസ്പെക്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ റിസർച്ച്, അപ്പൊ നിങ്ങൾ ബിടെക് ഉള്ളവരുണ്ടാവും, എംടെക് ഉള്ളവരുണ്ടാവും. അപ്പൊ ഒരു റിസർച്ച് ആസ്പെക്റ്റിൽ നോക്കുവാണെങ്കിൽ നമ്മൾ റിസർച്ചിന് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ദ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ, ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ ബേസിക്കലി 2 ടൈപ്പ് മെത്തേഡാണുള്ളത്. ഒന്ന് പ്രൈമറി മെത്തേഡും 2 സെക്കൻഡറി മെത്തേഡ്സും. പ്രൈമറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ റിസർച്ചർ ഈ പറയുന്ന ഡാറ്റ പേഴ്സണലി കളക്ട് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് പ്രൈമറി റിസർച്ച് മെത്തേഡ്സ് എന്ന്, അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമുക്കറിയാം, ഇപ്പൊ ഒരാൾ ഫേസ് ടു ഫേസ് നിന്നിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആണെങ്കിൽ ഒരു വളരെ എന്താ പറയുക, ഒരു ഹൈലി വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള ഒരു പെർട്ടിക്കുലർ ജംഗ്ഷനിൽ അയാൾ പേഴ്സണലി നിന്നുകൊണ്ട് തന്നെ ഡാറ്റ കളയും. അതിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൻസസ്, ഇതൊക്കെ പ്രൈമറി ഡാറ്റയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പം സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി ഡാറ്റയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സെൻസസ് ഡാറ്റ കയ്യിലുണ്ടെങ്കിൽ, നമുക്ക് ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ സെൻസസ് ഡാറ്റ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ പഞ്ചായത്തിൽ എത്ര സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ട് ഇസ് ഏജ് ഗ്രൂപ്പ്, വാട്ട് ഇസ് എ നമ്പർ ഓഫ് പീപ്പിൾ ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് 15 and 25. ഔട്ട് ഓഫ് ദാറ്റ് അതിൽ എത്ര ലേഡീസ് ഉണ്ട്, എത്ര ജെൻസ് ഉണ്ട്, ദെൻ എത്ര പേര് +2 ഉണ്ട്, എത്ര പേര് ഡിഗ്രി ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സെൻസസ് ഡാറ്റയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ദ ഗ്രൂപ്പ്സ് വേർ ദ ഇൻഡിവിജ്വൽസ് ആർ ഇൻ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പ്രൈമറി ഗ്രൂപ്പ്സ്.
ദെൻ ഇതിൻ്റെ അകത്തൊരു ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രീവിയസ് PSC ചോദിച്ചിട്ടുള്ളത്. എന്താണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് ക്വാളിറ്റി ഓൾറെഡി സിലബസിലും ഉണ്ട് താൻ. എന്താ ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ? എന്താ ക്വാളിറ്റി സർക്കിൾ? ഇനി ഐഡിയ അറിയില്ലെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ബ്രീഫായിട്ട്. അറിയില്ല. ഓക്കെ. ക്വാളിറ്റി സർക്കിൾ എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോസസ്സാണ്. അപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പൊ നമ്മൾ അതിൽ അച്ചീവ് ചെയ്തെങ്കിൽ ഗുഡ്. എന്തൊക്കെ ഫർദർ ഇംപ്രൂവ്മെന്റ്സ് ആണ് അതിൽ നമുക്ക് വരുത്താൻ പറ്റുക? ഇപ്പൊ അച്ചീവ് ചെയ്തില്ലെങ്കിൽ എന്താണ് അതിന്റെ റീസൺ? അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആയിട്ടാണ് ക്വാളിറ്റി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗനൈസേഷനിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ പീരിയോഡിക്കലി മീറ്റ് ചെയ്യുകയും ഈ പറയുന്ന പെർട്ടിക്കുലർ ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയിലൂടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുക, ഈ പറയുന്ന ഇംപ്രൂവ്മെന്റ്സ് കണ്ടെത്തുക, എങ്ങനെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു ടീമിനെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതും പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആണ്. ക്വാളിറ്റി സർക്കിൾ എന്താണ്? ക്വാളിറ്റി സർക്കിൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ എ കമ്പനി വിച്ച് പീരിയോഡിക്കലി മീറ്റ് ഇൻ ഓർഡർ ടു ഡിസ്കസ് അബൌട്ട് ദ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ഡിസ്കസ് അബൌട്ട് ദ എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഇൻ ബാത്ത് ടബ് കർവ്, അതായത് ഒരു മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബാത്ത് ടബ് കർവ്. ബാത്ത് ടബ് കർവ് എന്ന് തന്നെ സിലബസിൽ എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ബാത്ത് ടബ് കർവ് എന്ന് പറഞ്ഞാൽ ദ സോൺ വിച്ച് റെപ്രസെന്റ്സ് ദ ഫെയിലിയേഴ്സ് ഡ്യൂ ടു limitations inherent in the designs and accidents caused by the usage. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഇൻഫന്റ് മോർട്ടാലിറ്റി. ഓപ്ഷൻ ഡി, ഇൻഫന്റ് മോർട്ടാലിറ്റി സോൺ. അപ്പൊ ഇതിന്റെ ഒരു നോക്കുവാണെങ്കിൽ ബേസിക്കലി ഇതിനെയാണ് ഒരു ബാത്ത് ടബ് കർവ്, അതായത് ഒരു ബാത്ത് ടബിന്റെ ഷേപ്പ് ഉള്ള ഒരു കർവിനെയാണ് ബാത്ത് ടബ് കർവ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഫിഗറിൽ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ ഒരു വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ എക്സ് ആക്സിസ് ആൻഡ് വാട്ട് ഈസ് ദ വൈ ആക്സിസ് ഓഫ് എ ബാത്ത് ടബ് കർവ്. അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ടൈമും വൈ ആക്സിസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ഫെയിലിയർ റേറ്റ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ. നമുക്കൊരു OC കർവിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും പ്രീവിയസ് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ബാത്ത് ടബ് കർവിൽ ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, എക്സ് ആക്സിസ് ടൈമും വൈ ആക്സിസിൽ ഫെയിലിയർ റേറ്റ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ബാത്ത് ടബ് കർവിനെ 3 മെയിൻ ഏരിയാസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഡിക്രീസിങ് ഫെയിലിയർ റേറ്റ്, അതായത് ഫെയിലിയർ റേറ്റ് കുറഞ്ഞു വരും. അതിനുശേഷം ദർ വിൽ ബി കോൺസ്റ്റന്റ് ഫെയിലിയർ റേറ്റ്, അതാണ് ആ കോൺസ്റ്റന്റ് ഫെയിലിയർ റേറ്റ്. ദെൻ ദ failure rate keeps on increasing. So that is called as wear out failures. Wear out failures, constant failures and early infant mortality failure. അപ്പോൾ early infant mortality failure എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ, ഒരു വളരെ മാർക്കറ്റ് ഇല്ലാത്ത ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവര് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും there is a chance of failure rate due to the infant mortality. നമുക്കറിയാം, നമ്മളൊരു വീട്ടിലൊരു ഒരു ബർത്ത് നടക്കുകയാണെങ്കിൽ നമ്മൾ 28 അല്ലെങ്കിൽ 56 എന്നുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് 28 ദിവസം കഴിഞ്ഞാലാണ് ആ പെർട്ടിക്കുലർ ബേബി സ്റ്റേബിൾ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ. അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ ആണ് 28, 56 എന്ന് പറയുന്ന ആ ഒരു ചടങ്ങുകളൊക്കെ. അതേപോലെ തന്നെയാണ് ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി ഫെയിലിയർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഫെയിലിയർ റേറ്റ് നോക്കാൻ ഇനീഷ്യലി കുറച്ച് കൂടുതലായിരിക്കും. ദെൻ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഇതിനെ റെക്ടിഫൈ ചെയ്ത് എന്താണ് ഇഷ്യൂ എന്ന് കണ്ടെത്തി ആ ഫെയിലിയർ റേറ്റ് കുറഞ്ഞു വരും. ദെൻ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫെയിലിയർ റേറ്റ് ആയിരിക്കും. അത് റാൻഡം, പല കാരണങ്ങൾ കൊണ്ട് വരാം ഈ ഫെയിലിയർ റേറ്റ്. അപ്പൊ സോ ദ ബാത്ത് ടബ് കർവ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. ദർ ഇസ് എ ഡിക്രീസിങ് ഫെയിലിയർ റേറ്റ്, കോൺസ്റ്റന്റ് ഫെയിലിയർ റേറ്റ് ആൻഡ് ഇൻക്രീസിങ് ഫെയിലിയർ റേറ്റ്. അപ്പൊ ഫെയിലിയർ റേറ്റ് കൂടുന്നതെന്ന് വെച്ചാൽ വിയർ ആൻഡ് ടിയർ അങ്ങനെ ഓവർ ദ പീരീഡ് ഓഫ് യൂസ് വരുമ്പോൾ ഫെയിലിയർ റേറ്റ് കൂടും. Then once infant mortality initial stages ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ there will be very less or constant, comparatively or relatively constant failure rate. അപ്പൊ ഈ 3 മെയിൻ സോൺസ് ആണ് ഒരു ബാത്ത് ടബ് കർവിലുള്ളത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ എ ബാത്ത് ടബ് കർവ് ദ സോൺ വിച്ച് റെപ്രസെന്റ്സ് ദ ഫെയിലിയേഴ്സ് ഡ്യൂ ടു ലിമിറ്റേഷൻസ് ഇൻ ഇൻഹെറന്റ് ഡിസൈൻ ആൻഡ് ആക്സിഡന്റ്സ് കോസ്ഡ് ബൈ ദ യൂസേജ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻഫന്റ് മോർട്ടാലിറ്റി സോൺ ആണ്. ഓക്കെ.
ഓക്കെ ഓക്കെ അല്ലേ? ദെൻ ഈ പറയുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സിനെ പറ്റിയും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദ ടൈപ്പ് ഓഫ് കൺവെയർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മൂവിങ് ഗ്രാനുലാർ മെറ്റീരിയൽസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, ആ ഓപ്ഷൻ ഒന്ന് നോക്കണം. അപ്പൊ ഓപ്ഷൻ നോക്കുമ്പോൾ പറയാം ഇതിനകത്ത് 3 കൺവെയറേ ഉള്ളൂ, ഒന്ന് ഫോർ ട്രക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതല്ല, ഓപ്ഷൻ ഡി അല്ല ആൻസർ. സോ ദെൻ 3 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് റോളർ കൺവെയർ ഉണ്ട്, ചെയിൻ കൺവെയർ ഉണ്ട്, ബക്കറ്റ് കൺവെയർ ഉണ്ട്. അപ്പൊ ഗ്രാനുലാർ മെറ്റീരിയൽസിന്റെ ഒരു എക്സാമ്പിൾ എന്താ? ഗ്രാനുലാർ മെറ്റീരിയൽസിന്റെ ഒരു എക്സാമ്പിൾ എന്താ? അതായത് ഗ്രാനുൾസ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വളം ഗ്രാനുലാർ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രെയിൻസ് ഗ്രാനുലാർ മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് ഈ പറയുന്ന റോളർ കൺവെയർ എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി സീരീസ് ഓഫ് റോളേഴ്സ് ഉണ്ടാവും. അതിന്റെ ഇടയിലൂടെ ഇത് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈവൻ ദോ ചെയിൻ കൺവെയർ ആണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ അതിന്റെ ഇടയിലൂടെ താഴേക്ക് ഇത് പോകും. സോ ദ ആൻസർ ഈസ് ബക്കറ്റ് കൺവെയർ. അപ്പൊ നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ടാവും. അതിൽ നമ്മൾ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ്, ക്രെയിൻസ് ഉണ്ട്, ഹോയിസ്റ്റ് ഉണ്ട്, കൺവേഴ്സ് ഉണ്ട്. ദെൻ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺവേഴ്സ്, വാട്ട് ആർ ദ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ഓഫ് കൺവേഴ്സ്. അപ്പൊ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ കൺവെയറിന്റെയും ആപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ദ ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് ആൻസർ സി, ബക്കറ്റ് കൺവെയർ. ഓക്കെ അല്ലേ? ഇനി ഡൗട്ട്സ്? സോ ഇതൊരു കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് നമ്മൾ നോർമലി ജോബ് ഇവാലുവേഷൻ ആൻഡ് മെറിറ്റ് റേറ്റിംഗ് എന്നുള്ള ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മെറിറ്റ് റേറ്റിംഗ്. അത് സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് വൺ ഈസ് എ മെത്തേഡ് ടു ഡു ജോബ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ വിച്ച് വൺ ഈസ് എ മെത്തേഡ് ടു ഡു ദ മെറിറ്റ് റേറ്റിംഗ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഡെപ്തിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എടുക്കുകയും അതിന്റെ അകത്തെ വിച്ച് ഈസ് നോട്ട് ആൻ എലമെന്റ് ഇൻ ദ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ എന്നാണ്. സോ അതിന് മുമ്പായിട്ട് വാട്ട് ഈസ് ജോബ് ഇവാലുവേഷൻ, എന്താണ് ജോബ് ഇവാലുവേഷന്റെ ഫംഗ്ഷൻ, ഇതാണ് ഏറ്റവും കൂടുതൽ ബ്രീസി ചോദിച്ചിരിക്കുന്നത്. എന്താണ് ജോബ് ഇവാലുവേഷന്റെ ഫംഗ്ഷൻ? എന്താണ്? എനി ഐഡിയ? എംപ്ലോയി വർത്ത് അല്ലേ? റിലേറ്റീവ് വർത്ത്. എംപ്ലോയി വർത്ത് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ റിലേറ്റീവ് വർത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അത് ഫോർ എക്സാമ്പിൾ ഒരു എൻട്രി ലെവൽ എംപ്ലോയി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സീനിയർ എഞ്ചിനീയർ, ദെൻ മാനേജർ, ദെൻ സീനിയർ മാനേജർ, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഹൈറാർക്കിയിൽ ഓരോ എംപ്ലോയിയുടെയും റിലേറ്റീവ് വർത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ജോബ് ഇവാലുവേഷൻ ചെയ്യുന്നത്. അതേസമയം മെറിറ്റ് റേറ്റിംഗ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ആ എംപ്ലോയിയുടെ പെർട്ടിക്കുലർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ആണ് മെറിറ്റ് റേറ്റിംഗിൽ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എംപ്ലോയിനെ അല്ല അസസ് ചെയ്യുന്നത്, ആ ജോബിനെയാണ് ജോബ് ഇവാലുവേഷനിൽ അസസ് ചെയ്യുന്നത്. അപ്പോ ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും, രണ്ട് നോൺ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും. സോ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റി എന്നുള്ള ടേം വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് നമ്പേഴ്സ്. നോൺ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഐദർ ബൈനറി, 0 or 1, yes or no, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. സോ ദ മെത്തേഡ്സ് ആർ പോയിന്റ് റേറ്റിംഗ്, ഫാക്ടർ കമ്പാരിസൺ, നോൺ ക്വാണ്ടിറ്റി റാങ്കിങ്, ജോബ് ക്ലാസിഫിക്കേഷൻ, ഗ്രേഡ്. ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡ് പഠിച്ചോളൂ. സോ ഇത് വിച്ച് വൺ ഈസ് എ മെത്തേഡ് ഓഫ് മെറിറ്റ് റേറ്റിംഗ്, അല്ലെങ്കിൽ വിച്ച് വൺ ഈസ് എ മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ എന്ന ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ മെറിറ്റ് റേറ്റിംഗിലും ഉണ്ട് റാങ്കിങ് മെത്തേഡ്, ദെൻ പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ്, റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ് ഒക്കെ ഉണ്ട്. സോ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറെ ഫാക്ടേഴ്സ് കമ്പയർ ചെയ്തിട്ട് ആ നമ്മൾ റിലേറ്റീവ് ഓഫ് ദ ജോബ് ഐഡന്റിഫൈ ചെയ്യണം. അതിൽ എന്തൊക്കെയാ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പെർട്ടിക്കുലർ ആ ഒരു പൊസിഷന്റെ എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ വേണ്ടത്, ദെൻ എക്സ്പീരിയൻസ് എന്താണ് വേണ്ടത്, ദെൻ മെന്റൽ എഫേർട്ട്, ഫിസിക്കൽ എഫേർട്ട്, വാട്ട് ഈസ് ദ സ്കിൽ, വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ അസസ് ചെയ്യുന്നത്. ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ യൂസ് ടു അസസ് ദ ജോബ് ഇവാലുവേഷൻ ബൈ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എംപ്ലോയി വർത്ത്. സോ ദിസ് ഈസ് ദ ആൻസർ. ഈ എംപ്ലോയി വർത്ത് ആണ് ആൻസർ ടു വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ഓക്കെ ഓക്കെ അല്ലേ? എനി ഡൗട്ട്സ്? ഓക്കെ, അമ്മ ഓഡിബിൾ കേൾക്കുന്നില്ലേ? ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മെട്രിക്സ് ഓർഗനൈസേഷൻ ഇസ് ക്രിയേറ്റഡ് ബൈ. അപ്പൊ ഇതും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് വിച്ച് ആർ കോമൺലി ഫോളോഡ് ഇൻ എ ബിസിനസ് ഓർ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ബേസിക്കലി ദർ ആർ 5 ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്. ഏതൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഏതൊക്കെയാണ്? ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ,
line and staff organization structure, then functional organization structure. Who introduced functional organization? ഇതും സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. Who introduced functional organization structure? FW Taylor. Then project organization structure, then metrics organization structure. ഓരോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, ഇത് സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ മെട്രിക്സ് ഓർഗനൈസേഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ merging project and functional. Project organization and functional organization. അപ്പോൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ബൈ FW Taylor. അപ്പൊ അവിടെ നമ്മൾ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം എന്തൊക്കെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ, എന്തൊക്കെയാണ് പ്രൊജക്ട് ഓർഗനൈസേഷൻ എന്ന് പറയും. സോ ഇവിടെ ഈ വേറൊരു മെട്രിക്സ് ഓർഗനൈസേഷന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്, ഇൻ വിച്ച് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ബോത്ത് ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. അതിന്റെ ആൻസർ എന്താണ്? ഒരേ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മാത്രമേ ഉള്ളൂ വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അതിന്റെ ആൻസർ എന്താണ്? What is the answer for that? Matrix organization. Okay, അതും വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. So a type of company which is managed by the board of directors. ഇത് നമുക്ക് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലില്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൽ ഇത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ അല്ല വിത്ത് റെസ്പെക്ട് ടു PSC കീ വെച്ചിട്ട് ഏതാണ് ആൻസർ? ജോയിന്റ് സ്റ്റോക്ക്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? ഈ ജോയിന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസിനെയാണോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? അതും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീസിനെയാണോ വിളിക്കുന്നത്? സോ ഐ ലാസ്റ്റ് അനദർ ക്വസ്റ്റ്യൻ, അതായത് വിച്ച് കമ്പനി വിൽ ബി ഇഷ്യൂയിങ് ഷെയർസ് ഇൻ ദ ഷെയർ മാർക്കറ്റ്? ഏതാണ് ഇതിന്റെ അകത്ത് ആൻസർ? ഈ ഓപ്ഷനിൽ ഏതാണ് ആൻസർ? ജോയിന്റ് സ്റ്റോക്ക് എന്നല്ലേ? അല്ല, അതിന്റെ ആൻസർ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓണർഷിപ്പ്, നമുക്കറിയാം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയറിനെ ഈക്വൽ ആയിട്ടോ അൺഈക്വൽ ആയിട്ടോ ബിറ്റ്വീൻ ദ ഓണേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന്റെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ അവരുടെ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പബ്ലിക്കിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഓൺ ഇന്റേണൽ അഫയേഴ്സ് ആണ്. അതേസമയം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയറുകൾ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. അത് ഇറ്റ് വിൽ ബി അണ്ടർ ദ ഗൈഡ് ലൈൻസ് ഓഫ് സെബി. സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമാണ് ആ കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ലീഡിംഗ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലും ബാക്കിയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, with respect to that we can compare whether the company is making profit or whether it is going through a loss. Then what is a gradual increase or decrease in the share market value, what is a dividend paid, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യും. സോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ആ ടൈപ്പ് കമ്പനി. സോ they will be listed under the they have listed their shares in the share market. Then they will be under the guidelines of SEBI. They have to mandatorily they have to publish the financial statements. The joint stock company എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ കൊച്ചിൻ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അതിനെയാണ് PPP പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിനാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. സോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് there will be a board of directors from the private sector as well as public sector. With respect to that we can നമുക്ക് പറയാൻ പറ്റും the joint stock company is the answer. But ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഈ പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലൊക്കെ ഉണ്ട്. നമുക്കത് ഉണ്ടോ 100% അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഇതിൽ പറയാൻ പറ്റുള്ളൂ. ബട്ട് എനിവേ PSCയുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. കുറച്ചുകൂടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പൊ ഇതും PSCയുടെ ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുള്ളത്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് നോർമലി എന്താന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് എ പോയിന്റ് അറ്റ് വിച്ച് there will be no loss no profit. No loss or no profit. അവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ there will not be any loss or profit. അപ്പൊ
ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഗീവ്സ് ദ പ്രൊഡക്ഷൻ ലെവൽ അറ്റ് വിച്ച് ആനുവൽ ഓപ്ഷൻ. അപ്പോൾ ഇതിന് നമുക്ക് അറിയേണ്ടത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ നമുക്കറിയാം, നമുക്ക് ഓരോ ബ്രേക്ക് ഇവൻ പോയിന്റ് ഗീവ്സ് ദ പ്രൊഡക്ഷൻ ലെവൽ അറ്റ് വിച്ച് ആനുവൽ. അപ്പോൾ നമുക്ക് ഡി നോക്കാം. സെയിൽസ് റവന്യൂ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ സെയിൽസ് റവന്യൂ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് അല്ല. സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി സോൾഡ് ഇൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. അതല്ല, കാരണം ഒരു വേരിയബിൾ കോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. സെയിൽസ് റവന്യൂ ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ്, അതുമല്ല. ദെൻ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ്, അവിടെയും ഈ പറയുന്ന സെല്ലിംഗ് പ്രൈസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടെ വരുന്നുണ്ട്. ദ ആൻസർ ഈസ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. സോ എന്താണ് കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ മീൻസ് നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന കൺസെപ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. അതായത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ഇത് കുറച്ചൊരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ഇൻഡയറക്റ്റ്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അറിയാവുന്നവർക്ക് ക്ലിയർ ആയിട്ട് ആൻസർ എഴുതാവുന്നതാണ്. വിത്ത് റെസ്പെക്ട് ടു നമുക്ക് കുറച്ച് ഈ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ദ ആൻസർ ഈസ് എ. ഓക്കെ അല്ലേ? Okay. Okay. Then a SIMO chart is used for studying the relationship of. ഈ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഇത് എവിടെയാണ് വരുന്നത്, ഈ ചാർട്ട്സ് എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ചാർട്ട്സ് ആർ യൂസ് ഇൻ മെത്തേഡ് സ്റ്റഡി. അതായത് ഒരു ഡിഫറെന്റ് ഒരു 5-10 അടുത്തുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് സിമോ ചാർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സിമോ ചാർട്ട് ഇസ് യൂസ് ഫോർ സ്റ്റഡിങ് ദ റിലേഷൻഷിപ്പ് ഓഫ്. സിമോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഫോം എന്താ? സൈമൾട്ടേനിയസ് മോഷൻ ചാർട്ട് എന്നാണ് സിമോ ചാർട്ടിന്റെ ഫുൾ ഫോം. സോ ഹിയർ വി വിൽ ബി യൂസിങ് തെർബ്ലിക്സ്. തെർബ്ലിക്സും വളരെ ഫ്രീക്വന്റ് ആയിട്ട് PSC ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ വാട്ട് ഇസ് ദ ആൻസർ? സിമോ ചാർട്ട് ഇസ് യൂസ് ഫോർ സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ഓഫ് ഡിഫറെന്റ് ലിംസ് ഓഫ് ആൻ ഓപ്പറേറ്റർ. ഞാൻ ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സോ ദീസ് സിമോ ചാർട്ട്സ് ആർ യൂസ് ടു ഡു ദ മെത്തേഡ് സ്റ്റഡി ഫോർ ഷോർട്ട് സൈക്കിൾ ഓപ്പറേഷൻസ് ലൈക്ക് അസംബ്ലി, പാക്കിംഗ് എന്നുള്ള അങ്ങനെയുള്ള ഓപ്പറേഷൻസിന് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് റെക്കോർഡ്സ് ക്വിക്ക് മോഷൻ ഓഫ് ബോത്ത് ഹാൻഡ്സ്. അതായത് രണ്ട് കൈയുടെ മോഷൻസിന് അനലൈസ് ചെയ്ത് ഏതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഏതാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. So the other important point is that it will be using Terblix. ഗിൽബർട്ട് കണ്ടുപിടിച്ച ഒരു 18 ബേസിക് മോഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് സിമോ ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ദ ചാർട്ട് മൂവ്മെന്റ്സ് ആർ റെക്കോർഡഡ് അഗെയിൻസ്റ്റ് ടൈം മെഷേർഡ് ഇൻ വിങ്ക്, WINK. ഇതുവരെ PSC ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാം. വിങ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആൻസർ ഓപ്ഷൻസ് ടൈം സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, അങ്ങനെയുള്ള. വിങ്ക് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് ആണ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് മെത്തേഡ് സ്റ്റഡിയിലാണ്. സോ 1 വിങ്ക് ഈസ് ഈക്വൽ ടു 1/20,000 ഓഫ് എ മിനിറ്റ്. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ അതും വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസിങ് ടോപ്പിക് ആണ് ചാർട്ട്സ്. കുറച്ച് നമ്മൾ അത് ഡെപ്തിൽ പഠിച്ചാലാണ് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ എക്സാം ടൈമിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? So far, okay അല്ലേ? Any doubts? Okay, sir. Okay, fine. So ഈ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ട് ചെയ്ത് നോക്കി. ഇത് ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോബ്ലം അല്ല, ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ആ ഇക്വേഷൻ അറിയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ selling price per unit minus variable cost per unit. 400 ആണോ? 400 ആണ് ആൻസർ. ഇതെങ്ങനെ കിട്ടിയ 400? അതായത് ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ 2 കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 50
50 minus 25. So the 50,000 divided by 25. So the answer is 2,000 in the first case. Okay, second, if the fixed cost change from 50,000 to 60,000. The numerator 50,000 or 60,000 but the denominator is same 25. So the answer is 2,400. So the change is 2,400 minus 2,000. The answer is 400. Option D. Okay, lad. Simple equation rather than direct application of the equation. ഇതും PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇൻ ടേംസ് ഓഫ് ഫോർകാസ്റ്റ്. അതായത് പ്രീവിയസ് ക്വസ്റ്റൻ എനി ഡൗട്ട്സ്? ഓക്കെ, ഇല്ല സാർ. ഇല്ല, ഓക്കെ. സോ ഈ ഒരു എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ്ങിന്റെ പ്രോബ്ലംസും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Fn+1, അതായത് forecast for the next period is equal to forecast for the current period plus smoothing constant alpha into demand for the current period minus forecast for the current period. അപ്പൊ Fn+ എന്ന് പറഞ്ഞാൽ forecast for the next period. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Firm uses simple exponential smoothing with alpha is equal to 0.2 to forecast demand. The forecast for the month of January was 400 units, whereas the actual demand turned out to be 450 units. The forecast for the month of February. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നമുക്ക് ഫെബ്രുവരിയിലെ ഫോർകാസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഡാറ്റ എന്ന് പറയുന്നത് ജനുവരിയിലെ ഫോർകാസ്റ്റ് അറിയണം, ജനുവരിയിലെ ഡിമാൻഡ് അറിയണം, ആക്ച്വൽ ഡിമാൻഡ്. അപ്പൊ അത് രണ്ടും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ജനുവരിയിലെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 400 യൂണിറ്റ്സ് പ്ലസ് സ്മൂത്തിങ് കോൺസ്റ്റന്റ് 0.2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 0.2 ഇൻറ്റു ഡിമാൻഡ്. ആക്ച്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 450 മൈനസ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 400. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 400 പ്ലസ് 0.2 into 50. 0.2 into 50 എന്ന് പറയുന്നത് 10. So the answer is 410. 410 units will be the forecast for the month of February. Clear അല്ലേ? ഇക്വേഷൻ ഓർത്തിരിക്കണം. സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ്ങിന്റെ പ്രോബ്ലം ഫ്രം ഫോർകാസ്റ്റ്. Okay. Is it clear? Yes, sir. Okay, fine. So, find the option which contains a fake selective inventory technique. അപ്പൊ നമുക്കറിയാം ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് EOQ ആണ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിന്റെ വേരിയസ് പ്രോബ്ലംസ്. അതായത് what is the equation for EOQ? EOQ equal to root of 2D C0 by CC. Demand, ordering cost, carrying cost. അപ്പൊ ഇതിന്റെ ഓരോന്ന്, അതായത് ഫോർ എക്സാമ്പിൾ ഇഫ് ദ ഡിമാൻഡ് got doubled and the carrying cost got half, what is the net effect in the new EOQ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Then the EOQ model is also called as Wilson-Harris model. അതും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Then സെക്കൻഡ് ടോപ്പിക് ഇൻ ഇൻവെന്ററി ആണ് സെലക്ടീവ് ഇൻവെന്ററി കൺട്രോൾ. അതായത് സെലക്ടീവ് ആയിട്ട് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ എല്ലാ ഇൻവെന്ററിയും നമ്മൾ ഒരേപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. കുറച്ച് ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്വർണ്ണമാണെങ്കിൽ നമ്മൾ അലമാരി വെക്കും, അരിയാണെങ്കിൽ നമ്മൾ അടുക്കളയിലോ സ്റ്റോർ റൂമിലാണ് വെക്കുക. സെയിം കൺസെപ്റ്റ് വരുന്നത്. ഇവിടെ എ സീരീസ് ഓഫ് സെലക്ടീവ് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ്സ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ABC ഓൾവേസ് ബെറ്റർ കൺട്രോൾ വിത്ത് റെസ്പെക്ട് ടു പാരാറ്റോ അനാലിസിസ്, ദെൻ ED അനാലിസിസ്, then FSL, fast moving, slow moving, high value, medium value, low value, then seasonal, off season, SOS, then GOLF with respect to the imported items, GOLF. ഇതൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ആ ഒരു വീഡിയോ കണ്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഓപ്ഷൻ വിച്ച് കണ്ടെയ്ൻസ് എ ഫേക്ക് സെലക്ടീവ് ഇൻവെന്ററി ടെക്നിക് എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് D ആണ്. കാരണം HMT എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഇല്ല. വി ഹാവ് HML. HML എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് ഉള്ളത്. HMT എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഇല്ല. സോ ദ ആൻസർ ഈസ് D. ഓക്കെ അല്ലേ? Okay. ഓക്കെ. സോ ഇതും അസിസ്റ്റന്റ് പ്രൊഫസറിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഓഫ് പെർട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ, പ്രൊജക്ട് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിന്റെ ഒരു ആപ്ലിക്കേഷൻ പോലെയാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ പെർട്ടിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു.
Third, helps to find the probability of finishing a particular project. അതായത് ആ പ്രോബബിലിറ്റി ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് എത്ര ദിവസങ്ങളിൽ ഫിനിഷ് ചെയ്യാം അതിന്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഈക്വൽ ടു Z is equal to TG minus TE by standard deviation. അപ്പൊ TG എന്ന് പറഞ്ഞാൽ ഗിവൺ ടൈം ആണ്, TE എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ടൈം ആണ്, ST എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. Z വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച് അതിന്റെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ എക്സ്പെക്ടഡ് ടൈം ടു കംപ്ലീറ്റ് എ പ്രൊജക്ട് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 42 വീക്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഫസ്റ്റ് നമുക്ക് കിട്ടി എക്സ്പെക്ടഡ് ടൈം, ദാറ്റ് ഈസ് 42 വീക്സ്. 42 weeks, then with a standard deviation of 2 weeks. Then what is the probability of completing the project with the scheduled time? If the scheduled time is given by 40, the given time എന്ന് പറയുന്നത് 48 So the calculation becomes 8 minus 2, 48 minus 42, 6 by 2 is equal to 3. ഈ 3 എന്ന് പറഞ്ഞാൽ from the 3 value from the normal distribution table, what is the value? അതിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 99.87 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം. സോ if you are getting a value of 0, the answer is 0.1, that is 50%. And if you are getting 1, it is 0.83. If you are getting 2, that is 97.7. If you are getting 3, the value is 99.87. Simple question ആണ്, പക്ഷേ ഈ വാല്യൂ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ദ ആൻസർ ഈസ് 99.87. എനി ഡൗട്ട്സ്? ഇത് ആദ്യമായിട്ടാണ് ചോദിച്ചത് PSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഗേറ്റിനും IS-നൊക്കെ ചോദിക്കാറുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇക്വേഷൻ, പക്ഷെ PSC ആദ്യമായിട്ടാണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? Clear, sir. So next we will see the questions from Poly lecturer mechanical. First one is shadow price in linear programming refers to. Shadow price എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഗിവൺ ഓപ്ഷൻസിൽ ലോവർ സെയിൽസ് പ്രൈസ്. ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ഇൻ ഓർഡർ ടു ഒപ്റ്റിമൈസ് ദ കോസ്റ്റ് ഓർ ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. സോ അതാണ് ഒബ്ജക്റ്റീവ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ ഷാഡോ പ്രൈസ് മീൻസ് whether it is lower sales price, maximum cost per item, value assigned to one unit, cost of bought out items. അപ്പൊ നമുക്കറിയാം ലീനിയർ പ്രോഗ്രാമിംഗിന്റെ വേറൊരു സബ് ഡിവിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സബ് ഡിവിഷൻ ആണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. അതായത് നമ്മൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കണം, അപ്പൊ വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്, അങ്ങനെയുള്ളതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. സോ ഷാഡോ പ്രൈസ് ഈസ് റിലേറ്റഡ് ടു ദ സെൻസിറ്റിവിറ്റി അനാലിസിസ്. ആൻഡ് വാട്ട് ഈസ് ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ the shadow price indicates an additional price to be paid to obtain one additional unit of resources in order to maximize profit under the resource constraints. അപ്പൊ നമുക്കറിയാം ലീനിയർ പ്രോഗ്രാമിംഗിന്റെ ഒരു സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ there will be an objective function and there are constraint equations ഉണ്ടാവും. So within the constraint equations and the objective function അനുസരിച്ച് what is the additional price that will be incurred if you are going to produce or manufacture one extra unit? അതാണ് ചോദിച്ചിരിക്കുന്നത്. So the option available option ഏതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ ഷാഡോ പ്രൈസ് ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് refers to ഓപ്ഷൻ സി, വാല്യൂ അസൈൻ ടു 1 യൂണിറ്റ്. 1 യൂണിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് സി. ഓക്കെ അല്ലേ? Okay. Then break even point can be lowered by. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരുപാട് പേര് തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാ ആൻസർ? ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ബ്രേക്ക് ഈവൻ പോയിന്റ് ക്യാൻ ബി ലോവേർഡ് ബൈ. ഇക്വേഷൻ എന്താ? ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഏതാ? ഡി ആണോ? ഡി ആണ് ആൻസർ. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ എങ്ങനെയായിട്ടാ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, ഇൻക്രീസിങ് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് കൂട്ടിയാൽ എന്ത് പറ്റും? ബ്രേക്ക് ഈവൻ പോയിന്റ് കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ എ ഓപ്ഷൻ അല്ല. ദെൻ ഇൻക്രീസിങ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? വേരിയബിൾ കോസ്റ്റ് കൂട്ടിയാൽ ഈ ന്യൂമറേറ്റർ എന്ത് സംഭവിക്കും? സോറി ഡിനോമിനേറ്റർ
വേരിയബിൾ കോസ്റ്റ് കൂട്ടിയാൽ ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ കുറയും. കുറയും. അപ്പൊ ഡിനോമിനേറ്റർ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ഇവൻ പോയിന്റ് കൂടും. അല്ല, ഇവിടെ ഈ ഒരു ഇത് കുറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിന്റ് കൂടും. സോ ബി ഓപ്ഷനും അല്ല ആൻസർ. ഡിക്രീസിങ് ദ സ്ലോപ്പ് ഓഫ് ഇൻകം ലൈൻ, അതായത് നമ്മുടെ സെയിൽസ് റവന്യൂ അങ്ങനെയുള്ള ഇത്. അപ്പൊ സ്ലോപ്പ് കുറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് നമുക്ക് നോക്കാം. ദെൻ റെഡ്യൂസിങ് ദ വേരിയബിൾ കോസ്റ്റ്. അപ്പൊ റെഡ്യൂസിങ് ദ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വേരിയബിൾ കോസ്റ്റ് നമ്മൾ കുറയ്ക്കുകയാണ്. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പെർട്ടിക്കുലർ ഡിനോമിനേറ്റർ കൂടും. സോ ബ്രേക്ക് ഇവൻ പോയിന്റ് വിൽ ബി റെഡ്യൂസിങ്. സോ ദ ഓപ്ഷൻ ഈസ് ആൻസർ ഡി. അപ്പോ സ്ലോപ്പ് ഓഫ് ഇൻകം ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ, ദെൻ വേരിയബിൾ കോസ്റ്റ് ലൈൻ, ദെൻ ദിസ് ഈസ് ദ ഇൻകം ലൈൻ ഓർ ടോട്ടൽ സെയിൽസ് ലൈൻ. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിങ്ങനെ കുറച്ചുകൂടെ ഇത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിന്റ് കൂടും. ഇവിടുത്തെ സ്ലോപ്പ് കുറച്ചാൽ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. So the next question is that in queuing theory, the number of arrivals per unit estimated by, അതായത് ഒരു ക്യൂവിൽ നമുക്കറിയാം there are two types of systems. One is arrival and the other is service. അപ്പൊ arrival follows Poisson distribution and service follows exponential distribution. അപ്പൊ ഇവിടെ നമുക്ക് exponential distribution തന്നിട്ടില്ല. So the answer is Poisson distribution ആണ് ആൻസർ എന്ന് പറയുന്നത്. Then in production planning and control, the document which authorizes the start of an operation in shop floor. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് the document which authorizes the start of an operation in a shop floor എന്ന് പറയുന്നത് dispatch order ആണ്. അപ്പൊ സോ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ ടു ടൈപ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ പ്ലാനിങ് ഉണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളും ഉണ്ട്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വരുന്നതാണ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി ഡിസ്പാച്ചിങ് ഓർഡർ കിട്ടിയാൽ മാത്രമാണ് ഈ പറയുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് നടക്കുന്നത് എപ്പോഴാണ്? ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പാണ് പ്ലാനിങ് നടക്കുക. ഓക്കെ, സോ അങ്ങനെ ഓർത്താൽ മതി. സോ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ഡിസ്പാച്ച് വിൽ ബി കമ്മിങ് ഇൻ കൺട്രോൾ ഓപ്പറേഷൻ. സോ ഡിസ്പാച്ച് ഓർഡർ ഇസ് ദ ഡോക്യുമെന്റ് വിച്ച് ഓതറൈസസ് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ ഇൻ ഷോപ്പ് ഫ്ലോർ. ഓക്കെ, തിയറിയാണ് നമ്മൾ പഠിക്കണം. Then in time study, the rating factor is applied to calculate. അപ്പൊ നമുക്കറിയാം ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? What is the function of time study or objective of time study? എന്തിനു വേണ്ടി ടൈം സ്റ്റഡി ചെയ്യുന്നത്? Time study is done to find the standard time. So standard time is equal to normal time plus allowances. ഇത് നമ്മൾ വർക്ക് സ്റ്റഡി എന്നുള്ള ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. Normal time plus allowances, then normal time and allowance and normal time. Then normal time is equal to observed time into rating factor. So what is the answer? In time study, the rating factor is applied to calculate normal time. So that is the answer. ഇതിന്റെ പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതായത് നോർമൽ ടൈം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒബ്സർവ് ടൈം തന്നിട്ടുണ്ടാവും, റേറ്റിംഗ് ഫാക്ടർ തന്നിട്ടുണ്ടാവും, അലവൻസ് തന്നിട്ടുണ്ടാവും. സോ യു നീഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം. ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ, കാരണം കാൽക്കുലേറ്റേഴ്സ് വേണ്ട, ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. Then which of the following is not a technique of PMTS? PMTS എന്ന് പറഞ്ഞാൽ again it is coming under time study, predetermined motion time studies. So the answer is stopwatch time study. Stopwatch time study predetermined അല്ല, നമ്മൾ ആക്ച്വൽ ആയിട്ട് ആക്ടിവിറ്റിയുടെ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ predetermined അങ്ങനെയല്ല, ഓൾറെഡി നമ്മൾ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിന് എത്ര ടൈമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വിൽ ബി ഡൂയിങ് ദ ടൈം സ്റ്റഡി പാർട്ട്. സോ അതിന്റെ വേരിയസ് ഇതാണ്: സിന്തറ്റിക് ഡാറ്റ, വർക്ക് ഫാക്ടർ സിസ്റ്റം, MTയും ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ PMTS വരുന്നത്.
സോ അടുത്തത് ക്വാളിറ്റിയിൽ നിന്ന് അഗെയിൻ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് ഇസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവിൽ നിന്നാണ് നമുക്ക് വാട്ട് ഈസ് പ്രൊഡ്യൂസേഴ്സ് റിസ്ക്, വാട്ട് ഈസ് കൺസ്യൂമേഴ്സ് റിസ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടുക. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ, ആ കൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ വാട്ട് ഈസ് ഓപ്ഷൻ? ഓപ്ഷൻ പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈവൻ ദോ ഇഫ് ദ മെറ്റീരിയൽ ഈസ് ക്വാളിഫൈഡ് ഇൻ ടേംസ് ഓഫ് ദ ക്വാളിറ്റി, ഇഫ് ദ കസ്റ്റമർ റിജക്ട്സ് ഇറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊഡ്യൂസേഴ്സ് റിസ്ക്. അത് പ്രൊഡ്യൂസറുടെ റിസ്ക് ആണ്. അതായത് നല്ലൊരു പ്രൊഡക്റ്റ് കസ്റ്റമർ റിജക്ട് ചെയ്താൽ അത് പ്രൊഡ്യൂസർ റിസ്ക് ആണ്. അതേസമയം കൺസ്യൂമർ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തെറ്റായിട്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ അത് വാങ്ങിക്കേണ്ടി വന്നാൽ അത് കൺസ്യൂമേഴ്സ് റിസ്ക് ആണ്. സോ ദിസ് ഇസ് എ OC curve and it is a graph between probability of acceptance and the percentage or percent defectiveness. So the answer is C, percentage of defective and probability of acceptance. So the area under the beta distribution curve divided into two equal halves by a vertical ordinate through. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്നുള്ള? പേർട്ടിൽ നിന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ നമുക്കറിയാം പേർട്ടിൽ 3 ടൈം എസ്റ്റിമേറ്റ്സ് ആണ്, അതേസമയം CPM സിംഗിൾ ടൈം എസ്റ്റിമേറ്റ്സ് ആണ്. ദർ വിൽ ബി ഒപ്റ്റിമിസ്റ്റിക് ടൈം, ദർ വിൽ ബി പെസിമിസ്റ്റിക് ടൈം ആൻഡ് ദർ വിൽ ബി മോസ്റ്റ് ലൈക്ലി ടൈം. അപ്പൊ നമുക്ക് എക്സ്പെക്ടഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ദർ ഇസ് എൻ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? T0 പ്ലസ് 4Tm പ്ലസ് TP all divided by 6. ഇതാണ് ഇക്വേഷൻ. സോ ബേസിക്കലി ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഒരു ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ അകത്തുണ്ട്, the time estimates in PERT follows എന്ത് ഡിസ്ട്രിബ്യൂഷനാ? ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മള് ക്യൂവിൽ പറഞ്ഞ എന്താണ്? അറൈവൽ വിൽ ബി ഫോളോയിങ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിപ്പാർച്ചർ വിൽ ബി ഫോളോയിങ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ there is a beta distribution. The time estimates in PERT follows beta distribution. ഇതും പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏരിയ ഓഫ് ദ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഡിവൈഡഡ് ഇൻടു 2 equal halves by a vertical ordinate. അതായത് ഏത് ലൈനാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ടൈം ആണ് ഈ പറയുന്ന കർവിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ എക്സ്പെക്ടഡ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആവറേജ് വാല്യൂ. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാറ്റിക്സ് ആർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് എക്സ്പെക്ടഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇറ്റ് റെപ്രസെന്റ്സ് expected time represents the value considering optimistic time, pessimistic time and most likely time. So this divides the particular curve into 2 equal halves. So with this we have concluded. All the best for your exams.